ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് എന്നായിരുന്നു? ഏത് യാത്രയിൽ? ഉത്തരം 26/7/1971 അപ്പോളോ 15 യാത്രയിൽ. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹീലിയം, നിയോൺ. നാസയുടെ ആസ്ഥാനം? ഉത്തരം വാഷിംഗ്ടൺ, അമേരിക്ക. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി? ഉത്തരം വെനു ബാപ്പു ടെലിസ്കോപ്പ്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം? ഉത്തരം മെറീനർ 2. നാസയുടെ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ മുദ്ര പതിപ്പിച്ച ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിച്ചു. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ്, സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തരം ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി ആരാണ്? ഉത്തരം അപ്പോളോ 16 മിഷൻ കമാൻഡർ ആയിരുന്ന ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. അണുസംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം 3. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എന്താണ്? ഉത്തരം 3,84,403 കിലോമീറ്റർ. ചാന്ദ്രയാൻ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 22. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില എത്രയാണ്? ഉത്തരം പകൽ സമയത്ത് 137 ഡിഗ്രി സെൽഷ്യസ്. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ മിഷൻ ചെക്കൗട്ട് ഡിവിഷൻ എഞ്ചിനീയർ ആണ് ഇവർ. PSLV ഭ്രമണപഥത്തിൽ എത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഹംസാത്ത്. ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം PSLV C-11. 2008 ഒക്ടോബർ 22 PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ്?
ഉത്തരം 2008 നവംബർ 14. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് ഇന്ത്യൻ സന്ദേശം ചന്ദ്രനിൽ നിക്ഷേപിച്ച യാത്ര. ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ഉത്തരം 1969 അപ്പോളോ 11 യാത്ര. ശ്രീ വി ഗിരി ആയിരുന്നു ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്ത അപേക്ഷിതമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ്. ഉത്തരം ഹോമി ജെ ഭാവ. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി. ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. നാസ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം റാൽഫ് റെനെ. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ഇൻസാറ്റ്. ISROയുടെ ആസ്ഥാനം. ഉത്തരം ബാംഗ്ലൂർ. കാലാവസ്ഥ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹം ഏതാണ്? ഉത്തരം സാറ്റലൈറ്റ് മെറ്റ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ഉത്തരം കൽപ്പന. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ദേശത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷം. ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജപ്പാന്റെ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം കഗുയ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം ഏകദേശം 600 ലക്ഷം മെട്രിക് ടൺ ജലം. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കോബിൻ. ഫ്രാൻസിസ് മക്കോബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും എന്തിനെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത്? ഉത്തരം ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിനെ കുറിച്ച്. ചന്ദ്രയാൻ 1 പദ്ധതി ചെലവ് എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 386 കോടി രൂപ. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി?
എത്ര ചിത്രങ്ങൾ അയച്ചു? ഉത്തരം 3400 തവണ കറങ്ങി 70,000 ചിത്രങ്ങൾ അയച്ചു. ആലീസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം? ഉത്തരം പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതി എന്താണ്? ഉത്തരം ചാന്ദ്രയാൻ. ചാന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനം ഏതായിരുന്നു? ഉത്തരം ചാന്ദ്രയാൻ 1.